ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ബ്രദേഴ്സ് ഹോം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ വെക്കാൻ പോകുന്ന ഒരു ബീഫ് കറിയാണ് കേട്ടോ. നമ്മുടെ സവോളയൊക്കെ വഴറ്റി കഷ്ടപ്പെടാതെ പെട്ടെന്ന് ഇറക്കാൻ പറ്റുന്നൊരു ബീഫ് കറിയാണ്. എൻ്റെ കൂട്ടുകാർ പറഞ്ഞു തന്നതാണ്. ഫുൾ അവൾ പറഞ്ഞു തന്ന പോലെയല്ല, ഇടയ്ക്ക് എൻ്റെ ചില പൊടിക്കൈകളും ഞാൻ എൻ്റെ അടുത്ത് ചേർത്തിട്ട് എന്ത് ചെയ്യുക ശീലമായിപ്പോയി. അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള കിഴങ്ങ്, സവോള, പച്ചമുളക് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. സവോള, പച്ചമുളക്, കിഴങ്ങ് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചിടുന്നുണ്ട്. അരിഞ്ഞിടുന്നതിനോട് എനിക്കത്ര ഇതില്ല, അതുകൊണ്ട് ഞാൻ ചതച്ചാണ് ഇടുന്നത്. പിന്നെ ഇതിനകത്തോട്ട് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, അത് ഞാൻ അളവ് പറയാത്ത, നിങ്ങളുടെ കയ്യിൽ ബീഫ് എത്രയാണോ ക്വാണ്ടിറ്റി അത് നോക്കി ഇട്ടാൽ മതി. പിന്നെ ഉപ്പും നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന മസാലയുടെ പകുതിയും കൂടി കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുന്നു. കുക്കറുണ്ടെങ്കിൽ 5-6 വിസിൽ വരുന്നോടെ വരെ വേവിക്കണം കേട്ടോ. ഞാൻ കുക്കർ ഉപയോഗിക്കാറില്ല. എനിക്ക് കുക്കർ ഉപയോഗിക്കാൻ നല്ല പേടിയാണ്. ഒരു പ്രാവശ്യം പരിപ്പ് കറി വെച്ചപ്പം ഒന്ന് പൊട്ടിത്തെറിച്ചായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്ന ബീഫിനകത്തോട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലേ, ആ മസാലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ്, പിന്നെ ഇതിൻ്റെ ചാറൊക്കെ നോക്കണം. ഇനി ഇച്ചിരൂടെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചൊഴിച്ചിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കുക. പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പോൾ അത് വാങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റൊരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഞാൻ ബീഫ്, ചിക്കൻ, മീനൊക്കെ വയ്ക്കുമ്പോൾ കൂടുതലും എണ്ണ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തോട്ട് ഞാൻ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേനും നമുക്കത് അതിനകത്തോട്ട് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയുടെയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട്. ആകപ്പാട് ഇത് മാത്രം നമ്മൾ വഴറ്റിയിടുന്നുള്ളൂ, വേറൊന്നും നമ്മൾ സവോളയൊന്നും നമ്മൾ വഴറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനോട് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രേ പരിപാടിയുള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് അത് വേഗുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. അപ്പോൾ നമ്മൾ വറുത്തതും കൂടി അതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ച കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നമ്മളങ്ങെടുത്ത് ഉപയോഗിക്കുക. സൂപ്പർ കറിയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് നമുക്ക് വേഗം തയ്യാറാക്കാൻ പറ്റുന്നൊരു ബീഫ് കറിയാണ് കേട്ടോ. പിന്നെ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കി പാകത്തിന് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മൂടി വയ്ക്കുക. പിന്നെ നമ്മുടെ ചിക്കൻ്റെ കൂടെ നമ്മുടെ ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അസല് കറിയാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും ടാറ്റാ, ബൈ ബൈ, സീ യു.